ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം കഴിഞ്ഞു, ഇടയ്ക്ക് പുറത്ത് പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു ആഗ്രഹം, ദാറ്റ് ഈസ് ഇവിടെ ഒരു കാര്യം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആഗ്രഹം വന്നത്. മിൻസ്ഡ് മീറ്റ് അതായത് നമ്മുടെ കൊത്തി ഇറച്ചിയുണ്ട്, ബീഫ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ ഈവനിങ്. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ഞാൻ ഓൾറെഡി എല്ലാ ബ്ലോഗ്സിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ബീഫിൻ്റെ കാണിച്ചിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ കൊത്തിയ മിൻസ്ഡ് മീറ്റിനെക്കാട്ടിലും ബെറ്റർ ബീഫിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചിട്ട് അതിങ്ങനെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ മിൻസ്ഡ് മീറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, കൊത്തി ഇറച്ചിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു വൈകുന്നേരം ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. കട്ട്ലേറ്റ്സ് ഉണ്ടാക്കിയാൽ എനിക്കിഷ്ടമാണ്. അപ്പോൾ ബീഫൊന്നും അങ്ങനെ പണ്ട് കഴിക്കാത്തൊരു കാര്യമായിരുന്നു, പക്ഷേ കട്ട്ലേറ്റിൻ്റെ ഫോമിൽ അപൂർവം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പിന്നെ ബീഫൊക്കെ കഴിച്ച് തുടങ്ങിയ സ്ഥിതിക്ക് കഴിക്കാം. കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കിച്ചണിലേക്ക് പോകണം, കൊച്ചടുക്കളയിലാണ്. അപ്പോൾ ബീഫിൻ്റെ മിൻസ്ഡ് മീറ്റ് വെച്ചിട്ട് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് കാണണ്ടേ? അപ്പോൾ കാണിച്ചു തരാം. അത് എളുപ്പമാണ്, സിമ്പിളാണ്. അതിൻ്റെ കൂടെ ഒരു സവാള അരിഞ്ഞിട്ടൊരു ചല്ലാസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് പിന്നെ ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിച്ചാൽ ഗംഭീരം. അപ്പോൾ ഇന്ന് എൻ്റെ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്ക്. ഞാനൊരു സ്നാക്കിങ്ങിൻ്റെ ആളാണ് കേട്ടോ, ഭയങ്കര സ്നാക്കിങ് പ്രിയമാണ്. മെയിൻ ഫുഡിനെക്കാട്ടിലും എനിക്കിഷ്ടം സ്നാക്സാണ്. അപ്പോൾ കട്ട്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരുള്ളതല്ലേ? ചിക്കൻ കട്ട്ലേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ബീഫ് കട്ട്ലേറ്റ്. അപ്പോൾ ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോകണു. അപ്പോൾ എൻ്റെ കൂടെ കൊച്ചടുക്കളയിലേക്ക് വരും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്ത് കൊത്തിയ ഇറച്ചി. ഇതിപ്പോൾ 1/2 കിലോ ബീഫിൻ്റെ മിൻസാണ്. ഇനി ബീഫ് വേണ്ടാന്നുണ്ടെങ്കിൽ കൊത്തിയ ആട്ടിറച്ചിയാണെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പോൾ കഴുകുകയാണെങ്കിൽ പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ലതായിട്ട് പാക്ക് ചെയ്ത് മിൻസ് വരും. എന്തായാലും ഇതിലേക്ക് അപ്പോൾ ഇനി ഇത് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട. ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുക്കർ അടച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വിസിൽ കഴിഞ്ഞിട്ട് ഒരു 2-3 വിസിലും കൂടി വരട്ടെ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ റെഡിയാകും. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് 5 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ചതുര കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി. ഒരു അല്ലി മതി വലുത്. ഇഞ്ചി ഇച്ചിരൂടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 3 കൂടി ചേർത്തിട്ട് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതേ നോക്കിയേ, മിക്സിയുടെ ബൗളിൽ ചതച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി കുക്കർ തുറന്നു. ഇതേ നോക്കിയേ, ഒരു 4 വിസിൽ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇറച്ചി, പക്ഷേ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, അതിൻ്റെ സ്റ്റോക്കാണ്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുകയാണ്. ഇപ്പോൾ കുരുമുളക് പൊടി ഓൾറെഡി ചേർത്തു 1/2 ടീസ്പൂൺ. ഇത് മുളക് പൊടി, ഇപ്പോൾ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുപ്പൊന്നുകൂടി ഒന്ന് കത്തിച്ചിട്ട് കുക്കറിനി ക്ലോസ് ചെയ്യണ്ട, അടയ്ക്കേണ്ട, അടപ്പില്ലാണ്ട് തുറന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഇത് നോക്കിയേ, ഡ്രൈ ആക്കി ഇതുപോലെ എടുക്കണം. ഇനി ഇത് ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒരടി അടിച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരും. ഇപ്പോൾ ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്, പൊടിഞ്ഞ് നല്ല മിൻസാണിത്. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചട്ടി ചൂടായി കഴിഞ്ഞു. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യം തന്നെ നമ്മൾ ചതച്ച മസാല ചേർക്കാം. അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വാടി തുടങ്ങി. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നു. വീണ്ടും വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി കിടന്ന് നന്നായി വാടി കുഴഞ്ഞു തുടങ്ങി. ഇനി അരച്ച മിൻസാണ് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം. ഇറച്ചി കൊത്തിയത് അരച്ചെടുത്താണ്, നമ്മൾ വേവിച്ചിട്ട് അരച്ചു. ഓക്കെ. ഒരു 1/2 ടീസ്പൂൺ മുതൽ ഒരു 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ആകാം, അതും കൂടി ചേർക്കുന്നു. നന്നായിട്ട് വഴറ്റി എടുക്കാം. 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി 2 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ്, ഞാൻ പൊടിച്ചെടുത്താണ്, മാഷ് ചെയ്ത്. അതും കൂടി ചേർക്കുന്നു. ഏകദേശം 1 കപ്പ് ഉണ്ടെന്ന് പറയാം ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം മല്ലിയില അരിഞ്ഞതും ചേർക്കുന്നു. ഇത് മാക്സിമം എത്ര ചേർത്താലും നല്ലതാണ്, 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം. ഇനി ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കാൻ പോകുന്നു.
അപ്പോൾ കട്ട്ലറ്റിൻ്റെ കൂട്ട് ഏതാണ്ട് റെഡി എന്ന് തന്നെ പറയാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോർക്കോ സ്പൂണോ എന്താണെങ്കിലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ. പക്ഷേ ഏറ്റവും എളുപ്പം അറിയുമോ, ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് ഒരു അടി അടിച്ചാൽ മതി. 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് മിക്സ് ആയി കിട്ടും. കട്ട്ലറ്റിൻ്റെ കൂട്ടി ഞാൻ ഒന്നുകൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. വീണ്ടും മിക്സ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഇച്ചിരി ഉപ്പും കൂടി വീണ്ടും കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഒരു ലെമൺ സൈസ്, അതായത് ഒരു നാരങ്ങ വലിപ്പത്തിൽ ഉരുളകൾ ഉരുട്ടി തുടങ്ങാം. ഇതേ നോക്കിയേ, ഉരുളകളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പ്ലേറ്റിലിങ്ങനെ വെച്ചിരിക്കുവാണ്. ഇനി അടുത്തത് ഒരു ഉരുള എടുക്കാം. കൈവെള്ളയിൽ വെച്ചിട്ട് ഒരു ഓവൽ ഷേപ്പിലെടുത്ത് ഞാനിങ്ങനെ ചെയ്യുന്നതുണ്ടോ, ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പമാണ്. ഈസി ആയിട്ട്, ഒരു അച്ചിൻ്റെ ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ഓവൽ ഷേപ്പാക്കി കഴിഞ്ഞു, അത് വയ്ക്കുന്നു. ഇനി ബാക്കിയിരിക്കുന്ന ഉരുളകളും ഇതേ ഷേപ്പിൽ ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് പ്ലേറ്റിൽ വയ്ക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇടുന്നു. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ബ്രെഡ് ക്രംസാണ്. ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് അടിച്ച് കഴിയുമ്പോൾ നല്ല ഫ്രഷ് ബ്രെഡ് ക്രംസ് കിട്ടും. അതും വളരെ നല്ലതായിരിക്കും. പിന്നെ ചില ടൈപ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞ് വാങ്ങുന്ന ഭയങ്കര ഡാർക്ക് കളറിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ എണ്ണ കരിഞ്ഞു പോകും. അത് വളരെ ഫൈൻ പൗഡറാണ്. നമുക്ക് കുറച്ചുകൂടി സൈസുള്ള പൗഡറാണ് നല്ലത്. അതുകൊണ്ട് ബ്രെഡ് ഒന്നുകിൽ ഇങ്ങനെ ബ്രെഡ് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇമ്പോർട്ടഡ് ടൈപ്പ് ബ്രെഡ് ക്രംസ് വാങ്ങിക്കാൻ കിട്ടും, അതാകാം. ഇനി മുട്ടയുടെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, കോൺഫ്ലവറും മുട്ടയും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഓരോ കട്ട്ലേറ്റും മുക്കിയെടുക്കുന്നു. ഈ ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്യാം. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഇതേപോലെ ഇതേ പ്രോസസ്സിൽ തന്നെ ചെയ്ത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ഏകദേശം ഒരു 21 മുതൽ 24 കട്ട്ലേറ്റ് വരെ ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ സൈസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ പ്രോസസ്സൊക്കെ സെയിം ആണ്. എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നു, ഇതുപോലെ മുട്ടയിൽ മുക്കുന്നു, അങ്ങനെ റൊട്ടിപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കുന്നു. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി വറുക്കാനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിത് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് വെളിച്ചെണ്ണയിൽ വറുക്കാൻ അത്ര താല്പര്യമില്ല. കൂടുതലും റിഫൈൻഡ് ഓയിലാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി, നല്ല ചൂടായി കഴിഞ്ഞിട്ടാണ് കട്ട്ലറ്റിൻ്റെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1 by 1 കട്ട്ലറ്റ് പീസസ് ഇട്ട് കൊടുക്കും. ഏകദേശം 8 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് ഈ എണ്ണയിൽ. ഇനി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഒരു സൈഡാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഈ കട്ട്ലേറ്റ് വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഓവർ ക്രൗഡ് ചെയ്യരുത്. എണ്ണയിൽ ഇപ്പോൾ ഞാൻ 8 എണ്ണം ഇട്ടു, എണ്ണ കുറച്ച് ബാക്കിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് തോന്നുന്നൊരു 12 എണ്ണം ഇട്ടാൽ എന്താണെന്ന് തോന്നാം. പക്ഷേ അങ്ങനെ ഇടരുത്. അങ്ങനെ ഇടുമ്പോഴാണ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതൽ. കാര്യം എണ്ണയുടെ ചൂട് അത് പോരാതെ വരും. ഓക്കെ. രണ്ടാമത് എണ്ണയുടെ ചൂടും വളരെ പ്രധാനമാണ്. കറക്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നല്ല ചൂടിൽ തന്നെ ഇരിക്കണം. ഓവറായിട്ട് ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടായി കഴിഞ്ഞ് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഇതിടുന്നു. ഭയങ്കര ഓവറായിട്ട് കരിഞ്ഞു പോകണമെന്ന് തോന്നുമ്പോൾ ഒരു മീഡിയത്തിലേക്ക് മാറ്റണം. പിന്നെ ചൂട് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ വീണ്ടും കൂട്ടി കൊടുക്കണം. അപ്പോൾ എപ്പോഴും ഒരു ഓയിൽ ടെമ്പറേച്ചറിൻ്റെ അളവ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ നിൽക്കണം. ചൂട് കുറഞ്ഞാൽ കട്ട്ലേറ്റ് പൊട്ടിപ്പോകും. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മുട്ടയുടെ വെള്ളയിൽ മുക്കുന്ന ആ മുട്ടയുടെ വെള്ളയിൽ ആ കോൺഫ്ലവർ ഇടുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കോട്ടിങ് കിട്ടും, ധൈര്യമായിട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ, മുട്ട ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ കൃത്യമായിട്ട് കുറച്ച് കോൺഫ്ലവർ ലൂസായിട്ട് പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയെ കാട്ടി ഒരല്പം കൂടി കട്ടിയിൽ ആ രീതിയിലൊന്ന് കോൺഫ്ലവർ കലക്കിയെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഇതുപോലെ റൊട്ടിപ്പൊടിയിൽ പൊതിഞ്ഞെടുത്താൽ മതി. പക്ഷേ വളരെ നേർന്ന ഒരു എന്താ പറയുക, പാലിൻ്റെ കൺസിസ്റ്റൻസി തന്നെ ആയിക്കോട്ടെ, അത് മതി. അല്ലെങ്കിൽ ഭയങ്കര ബോറാകും. അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ എഗ്ഗ് വേണ്ടാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, തിരിച്ചിടാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ, നല്ല കരികരിപ്പായിട്ട് പുറമേ വന്നിട്ടുണ്ടാവും. അതൊക്കെ കറക്റ്റായിരിക്കും. ഇനി എടുത്തു തുടങ്ങാം.
ഇങ്ങനെ ചെയ്താൽ എണ്ണ കുടിക്കുകയില്ല. അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് ഇടുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ എണ്ണയ്ക്ക് ആവശ്യത്തിന് നല്ല ചൂട് തന്നെ ഉണ്ടാവണം. ചൂട് കുറഞ്ഞാൽ എണ്ണ കുടിക്കും, പൊട്ടിപ്പോകും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ നോക്കിയേ, നല്ല ക്രിസ്പി ആൻഡ് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്, എണ്ണ കുടിച്ചിട്ടുമില്ല. ഇനി ബാക്കിയിരിക്കുന്ന അതേ എണ്ണയിൽ ബാലൻസ് ഇരിക്കുന്ന കട്ട്ലേറ്റ്സും വറുത്ത് കോരാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, രണ്ടാമത്തെ സെറ്റ് ഇടുന്നതിന് മുമ്പ് എണ്ണയ്ക്ക് ഒരു 2-3 മിനിറ്റ് സമയം കൊടുക്കുക, ഒന്നുകൂടി ഒന്ന് ചൂടാകാനായിട്ട്. എന്നിട്ട് ഇട്ട് തുടങ്ങാം. ദേ ഇപ്പോൾ ഇട്ട് തുടങ്ങി. അങ്ങനെ സെക്കൻഡ് സെറ്റ് ഓഫ് കട്ട്ലേറ്റും ദേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതും ഇനി മൂപ്പ് അനുസരിച്ചിട്ട് ഞാൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ എണ്ണ ഇങ്ങനെ പതയുന്നത് കണ്ടോ? മുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എണ്ണ പതയില്ല. ഇതിപ്പോൾ എഗ് വൈറ്റും യെല്ലോയും കൂടി ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്, അതുകൊണ്ടാണ് പതിഞ്ഞ് തുടങ്ങുന്നത്. അപ്പോൾ എഗ് വൈറ്റ് മാത്രമായിട്ട് എടുത്തിട്ട് കോൺഫ്ലോർ ചേർത്തെടുത്താൽ ഒട്ടും തന്നെ എണ്ണ പതയില്ല. ഇതൊന്നും വേണ്ട, മുട്ടയും വേണ്ട, നമുക്ക് കോൺഫ്ലോർ പാല് പോലെ കലക്കി എടുത്തിട്ട് ചെയ്താലും നല്ലത് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതേ എണ്ണ വൃത്തിയാക്കി എടുക്കുന്നത്. ഈ മൂന്നാമത്തെ സെറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പൊടിയെല്ലാം ഇങ്ങനെ കോരി മാറ്റണം, എന്നിട്ട് മാത്രമേ വറുക്കാൻ പാടുള്ളൂ. നമ്മുടെ ബ്യൂട്ടിഫുൾ യമ്മി കട്ട്ലെറ്റ്സ് എല്ലാം തന്നെ റെഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ അളവനുസരിച്ച് 20, 21 അല്ലെങ്കിൽ 24 വരെ കട്ട്ലേറ്റ് നമുക്ക് ഈ ഒരു 1/2 കിലോയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം. വളരെ ഇക്കണോമിക്കലുമാണ്, ലാഭമല്ലേ, നല്ലതാണ്, കഴിക്കാനും നല്ലത്. നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇതിലിപ്പോൾ കൂടുതലും ഇറച്ചി തന്നെയാണ്. പൊട്ടറ്റോയുടെ അളവ് ഉരുളക്കിഴങ്ങ് വളരെ കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്താ പറയുക, ടേസ്റ്റി യമ്മി ആയിരിക്കും. കാണുമ്പോൾ തന്നെ അറിയില്ലേ, കഴിക്കാൻ തോന്നുന്നുണ്ടോ? അടിപൊളിയാണ്, നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഇനി കട്ട്ലറ്റിൻ്റെ കൂടെ കഴിക്കാനുള്ള ചല്ലാസ് അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2 മീഡിയം, ഒരു ഇടത്തരം സൈസിലെ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് എടുക്കുകയാണ്. ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും, കുറച്ചുപ്പും. ഇനി ഒരു 2 ടീസ്പൂണോളം വിനാഗിരി കൈ കൊണ്ട് നന്നായിട്ട് ഞെകിടി ഉടച്ച് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം വെച്ച് കഴിയുമ്പോൾ അത് വളരെ ടെൻഡറാകും, നല്ല എന്താ പറയുക, സോഫ്റ്റാകും, നന്നായിട്ട് ഒരു ടേസ്റ്റിൽ മാറും. ഇത് കട്ട്ലറ്റിൻ്റെ കൂടെ കഴിക്കാൻ വളരെ വളരെ സ്വാദുള്ളൊരു സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. ചല്ലാസ് നല്ല ഒരു കോമ്പിനേഷനാണ്, കട്ട്ലേറ്റും ചല്ലാസും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ സോസിൻ്റെ കൂടെ എക്സലൻ്റ് ആയിരിക്കും. അങ്ങനെ ചൂട് കട്ട്ലെറ്റ്സ് ഞാനൊരു ബോക്സിലാക്കി കൊണ്ടുവന്നു. എന്താണെന്നറിയോ, ഈവനിങ് ടൈം ഒരു സ്നാക്കിങ്ങിൻ്റെ നല്ല മൂഡ്. പിന്നെ വേണമെങ്കിൽ ടെറസിൽ പോയിരുന്ന് കഴിക്കാം, പക്ഷെ അവിടെ ഇത് ബീഫ് കട്ട്ലെറ്റ് ആണല്ലോ, അപ്പം എന്താ പറയുക, അവിടെ ക്ഷേത്രത്തിൻ്റെ ഗോപുരമുണ്ട്, ഇപ്പുറത്ത് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്, അപ്പം അത് വേണ്ട വിചാരിച്ചു. അതുകൊണ്ട് വീട്ടിനകത്ത് തന്നെ കഴിക്കും. ഓക്കെ, സോസും കൂടി എടുക്കട്ടെ. ചല്ലാസ്, ഇതൊക്കെയാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ. ആൻഡ് ഹോട്ട് കട്ട്ലെറ്റ്സ്. അതിൻ്റെ ഷേപ്പ് നോക്കിയേ, നല്ല ഹാർട്ട് ഷേപ്പ്. 2 ഒരു സെറ്റ്, പിന്നെ ഒരു ഭംഗിക്ക് ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. 2 നിൽക്കില്ല, അത്ര ടേസ്റ്റാണ്. കിച്ചണിൽ ഇരുന്ന് കഴിക്കുന്നില്ല, ഞാൻ ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കഴിക്കാം, TV എല്ലാം കണ്ടു. അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നു. ഒരു സീരീസ് എല്ലാം കണ്ട് തുടങ്ങാം. സമയം കിട്ടുമ്പോൾ സീരീസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 എപ്പിസോഡ്, ഒരു 15 എപ്പിസോഡ് ഓരോ സീസൺ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ബിഞ്ച് വാച്ചേഴ്സായി മാറും. പിന്നെ സമയം ഉറങ്ങാനുള്ള കുറച്ച് സമയം കൂടി ഇല്ലാണ്ടാകും. എന്തായാലും നല്ല ചൂട് കട്ട്ലറ്റിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് നോക്കിയേ. മീറ്റാണ് കൂടുതൽ, ഒരുപാട്, പക്ഷേ ഇതിൽ പൊട്ടറ്റോ വളരെ കുറച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുറച്ച് ചല്ലാസും കൂടി വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. ആഹോ, വെരി ടേസ്റ്റി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ആരുമില്ല കഴിക്കാൻ, ഞാനും പൂജനും മാത്രമേ ഉള്ളൂ. വിഷ്ണു അനുമോളും ഒക്കെ ബാംഗ്ലൂരാണ്, അവരിനി ന്യൂ ഇയർ കഴിഞ്ഞേ വരുള്ളൂ. അപ്പം ഇതൊക്കെ കുറച്ച് സർപ്ലസ് ആണ്, ഞാൻ എന്തുണ്ടാക്കിയാലും എന്ത് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും ഞാനൊന്ന് റിലാക്സ് ചെയ്ത്, പൂച്ചട്ടില്ല എത്തിയിട്ടില്ല, വരുമ്പോൾ പൂച്ചേട്ടനും കൊടുക്കാം. ഞാൻ ചായയും കോഫിയൊന്നും കുടിക്കാത്ത ആളായതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരു ജ്യൂസ് ആകാം, അല്ലെങ്കിൽ ഒരു മിൽക്ക് ഷേക്ക് ആകാം,
നല്ല കോമ്പിനേഷൻ അല്ലേ. ഈ ചല്ലാസൊക്കെ കൂട്ടി ഉള്ളിയുടെ ഇതൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നത്, ബാക്കിലൊരു പില്ലോ കാലൊക്കെ പൊക്കി വെച്ചിട്ട് ടി വിയും കണ്ട് കട്ട്ലറ്റൊക്കെ കഴിച്ച് സ്നാക്ക് എൻ്റെ ഈവനിങ്, ഇന്ന് എൻ്റെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഈവനിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. സിമ്പിൾ മെത്തേഡാണ്, ഞാൻ പറഞ്ഞതല്ലോ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഫീഡ്ബാക്ക്സ് വരിക മറക്കണ്ട. ഫീഡ്ബാക്ക്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കമൻറ്റ് ബോക്സിലേക്ക് വരുമ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.